എന്തുകൊണ്ട് വിശേഷം? ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഓരോ കാര്യങ്ങൾ ആലോചിച്ചപ്പോഴേ അതൊന്ന് വർത്തമാനം പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ വർത്തമാനത്തിലേക്ക് സ്വാഗതം. രാജേഷ്, എന്തുകൊണ്ട് വിശേഷം? ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്. അതെ, ഒത്തിരി നാളായി. രാജേഷ് രാവിലെ കണ്ണൂരിൽ നിന്ന് വന്നതാണ്. രാജേഷ് ഒത്തിരി നാളായി കണ്ടിട്ട്. അതെ, ഒത്തിരി നാളായി. എനിക്ക് ഒന്ന് പണ്ടൊരു 3-4 മാസമെങ്കിലും ആയി. 4 മാസമായി രാജേഷോട് തിരുവനന്തപുരത്ത് വന്നിട്ട് തന്നെ 4 മാസമായി. ഇപ്പം പഴയതുപോലെ വരേണ്ട ആവശ്യമില്ല, വളരെ കുറവാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് വരുന്ന ആഴ്ചയിൽ 1-2 തവണയൊക്കെ. അതെ. നമ്മള് ഞാൻ പറയാൻ വിട്ടുപോയി, ഞങ്ങൾ രണ്ടുപേരും ജനതാദളിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഭാരവാഹികളായവരാണ് ഒരേ കാലഘട്ടത്തിൽ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ അന്നത്തെ കാലങ്ങളൊക്കെ, അന്നത്തെ ആ സമയമൊക്കെ ഞങ്ങൾ പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. കണ്ണൂർ വരുന്നതും നിങ്ങളൊക്കെ കണ്ണൂരിൽ നിന്ന് ഇവിടെ വരുന്നതും പല സ്ഥലങ്ങളിൽ നമ്മൾ ഒന്നിച്ചു പോകുന്നതും. എത്ര പ്രാവശ്യം ഞങ്ങൾ ബാംഗ്ലൂരിലൊക്കെ ദേശീയ നേതാവിനെ, ദേശീയ പ്രസിഡന്റ് ദേവഗൗഡയൊക്കെ കാണാൻ എത്ര പ്രാവശ്യം പോയിരിക്കുന്നു. ഒത്തിരി പ്രാവശ്യം. കണ്ണൂരിൽ നിങ്ങൾ വണ്ടിയിലായിരുന്നു, ഇവരൊക്കെ കാറിലായിരുന്നു. ഞങ്ങൾ ബസ്സിലും ട്രെയിനിലും ഒക്കെ അവിടെ എത്തുമ്പോൾ ഇവരൊക്കെ കാറിലായിരുന്നു. അവർ നിങ്ങൾക്ക് അടുത്താണ് 300 കിലോമീറ്റർ. തിരുവനന്തപുരത്ത് വരുന്നതിനേക്കാളും ദൂരം 200 കിലോമീറ്റർ കുറവല്ലേ. പക്ഷെ ആ കാലങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഒരു നല്ലൊരു നോവൽ എഴുതാറുണ്ട്. അതെ, തീർച്ചയായിട്ടും ഒരു കഥ തന്നെ എഴുതാൻ വേണ്ടി പറ്റുന്ന യാഥാർത്ഥ്യങ്ങൾ. കഥ ആവുമ്പോൾ അതിന് കുറച്ചും കൂടി ഒരു അവിശ്വാസം തോന്നും. ഇത് പച്ചയായ യാഥാർത്ഥ്യങ്ങൾ. ചില നേതാക്കന്മാർക്ക് വേണ്ടി ബലിയാടായത് അല്ലേ കുറേ ആളുകൾ. ചില നേതാക്കന്മാരെ അവരെ MLA മാരാക്കാനും MLA മാരായവരെ മന്ത്രിയാക്കാനും അവരെയൊക്കെ പാർട്ടി പ്രസിഡന്റുമാരാക്കാനും ഒക്കെ നമ്മളുടെ സമയവും നമ്മളുടെ ഊർജവും ഒക്കെ ആരോഗ്യവും ഒക്കെ നഷ്ടപ്പെടുത്തി. എത്ര വർഷം അതൊക്കെ ഓർക്കുമ്പോഴേ സത്യം പറഞ്ഞാൽ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പം മനസ്സിലൊരുപാട് വേദന ഉണ്ടാവും അല്ലേ? തീർച്ചയായും. ഒരു നിരാശ വേദന അതൊക്കെ കാണുമ്പോൾ, അതൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ വിഷമം. ഒന്ന് എൻ്റെയും നിങ്ങളെ ഉൾപ്പെടെ ഇപ്പം മധ്യവയസ്കരായിട്ടുള്ള ആളുകളാണ്. നമ്മുടെ ഒക്കെ ജീവിതം ഈ ഒരു സോഷ്യലിസ്റ്റ് ആശയത്തിലുള്ള ജനതാ പ്രസ്ഥാനത്തിന് വേണ്ടി 30-35 വർഷക്കാലം നഷ്ടപ്പെടുത്തിയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വല്ലാത്ത വിഷമം. എന്തിനു വേണ്ടിയായിരുന്നു ജനതാ മൂവ്മെൻ്റ് ഉണ്ടായത്? എന്തിനു വേണ്ടിയായിരുന്നു സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച് നമ്മളൊക്കെ നിന്നത്? ഇപ്പോൾ കേരളത്തിൽ 5, അതായത് JDS 1, RJD 1, CK നാണു വിഭാഗം 1, ഇപ്പം ഡോക്ടർ A നീലലോഹിദാസിൻ്റെത് 1, ജോണിൻ്റെത് 1, 5 നമുക്കറിയാം. അല്ലാതെ ഒത്തിരി ഉണ്ട്. എനിക്ക് തോന്നുന്നു 10-12 സോഷ്യലിസ്റ്റ് മറ്റേ മുലായം സിംഗിൻ്റെത് ഉണ്ട്, ഒരുപാട് നിതീഷ് കുമാറിന്റെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഈ 5 എന്ന് പറയുന്നത് നമ്മളൊക്കെ അതിൽ ജോണും ഉൾപ്പെടെ ഒരു കാലത്തെ വളരെ എന്താ പറയണ്ട പ്രതീക്ഷയുണ്ടായ നേതാക്കന്മാരായിരുന്നു. നമ്മളൊക്കെ നിന്നതെന്ന് പറഞ്ഞാൽ വേറെ കാര്യമാണ്. നമ്മളൊക്കെ എന്നെ സംബന്ധിച്ച് ഞാൻ നിന്നപ്പോഴെല്ലാം ചില നേതാക്കന്മാരുടെ അവരെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. അതെ. നമ്മൾ ശ്രീധരേട്ടനെ മുന്നിൽ കണ്ടുകൊണ്ട് ശ്രീധരേട്ടനോടൊപ്പം എത്രയോ യാത്രകൾ ചെയ്തിട്ടുണ്ട്. ശ്രീധരേട്ടനോടൊപ്പം അത് അന്ന് അദ്ദേഹം പിന്നെ ഒരു ആത്മബന്ധമായിരുന്നു. ചന്ദ്രശേഖർ സാർ, വിശ്വംഭർ സാർ, സുന്ദരേശൻ സാർ. അതെ, ഇതൊക്കെ ഓരോ നേതാക്കന്മാരോടൊപ്പം ആണ് പല കാലഘട്ടങ്ങളിൽ നിന്ന്. ഏറ്റവും ഒടുവിൽ നിസാർക്കയും ജോർജ് തോമസും, അത് പറയാതിരിക്കാം. നിസാർക്ക രണ്ടാളായിരുന്നു. അവർ രണ്ടും ഒരു തീരുമാനം എടുക്കുക. അവരൊരു തീരുമാനം എടുക്കണമെങ്കിൽ പോലും നമ്മളോട് അഭിപ്രായം ചോദിച്ചിട്ട് അവർ തീരുമാനം എടുക്കുമായിരുന്നു. പക്ഷെ നിസാർക്കയുടെ ഒരു അഡ്വക്കേറ്റ് നിസാർക്കയുടെ ഒരു വിയോഗം, അത് നമുക്ക് ഒട്ടും നികത്താനാകാത്ത ഒരു. തീർച്ചയായും ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ വേർപാടോട് കൂടിയിട്ടാണ് കേരളത്തിൽ പ്രത്യേകിച്ച് ജനതാ പൊളിറ്റിക്സിൽ ഒരുപാട് മാറ്റങ്ങൾ. ഇപ്പം ജോർജ് തോമസ് CPIയിലാണ്, ഞാനൊക്കെ CPM-ലാണ്. നിങ്ങൾ പൂർണ്ണമായിട്ടും നിർത്തി.
അതുപോലെ ഒരുപാട് ആളുകൾ ഇപ്പം അഡ്വക്കേറ്റ് എം കെ പ്രേംനാഥിന്റെ അവസാന കാലം പുള്ളിക്ക് ഭയങ്കര നിരാശ ഉണ്ടായിരുന്നു. പുള്ളി ഏകദേശം 2-3 വർഷം മുമ്പേ RJDയിലേക്ക് പിന്നെ മർജ് ചെയ്യണം, LJD മർജ് ചെയ്യണം എന്നുള്ള അതിനുവേണ്ടി ഒരുപാട് തവണ കേരളം മുഴുവൻ അതുപോലെ തന്നെ ബീഹാറുമായി ബന്ധപ്പെട്ട് പുള്ളിക്ക് ബന്ധപ്പെടാൻ വേണ്ടി പറ്റുന്ന സോഷ്യലിസ്റ്റ് ആശയം പ്രചരിപ്പിക്കാൻ സോഷ്യലിസ്റ്റ് നമ്മൾ കാണേണ്ട ഒരു കാര്യം, അദ്ദേഹത്തെ പോലെ ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളിനെ ഈ അടുത്ത കാലത്തൊന്നും പറയാം പ്രേമാട്ടിനോടൊന്നും ഒരിക്കലും കേരളത്തിലെ ഈ പാർട്ടിക്ക് നീതി പുലർത്താൻ വേണ്ടി പറ്റി. പാർട്ടിക്ക് പോയിട്ട് പാർട്ടിക്കാർക്ക് പറ്റിയില്ല, പല നേതാക്കന്മാർക്കും. വേറെ ഒന്ന് ഇത് പറയുമ്പോഴാണ് നമ്മൾ നേരത്തെ ഒരു 4 മാസം മുമ്പാ മറ്റും ഇതുപോലെ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കോട്ടയത്ത് നിന്ന് പ്രൊഫസർ NM ജോസഫ് സാറ്, അദ്ദേഹം പാർട്ടിയുടെ കോട്ടയത്ത് പിന്നെ ഫസ്റ്റ് നിയോജക മണ്ഡലം പ്രസിഡൻ്റായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കം. അതിനുശേഷം കോട്ടയം പാർട്ടി ജില്ലാ പ്രസിഡൻ്റായി, ജനതാ പാർട്ടി ജില്ലാ പ്രസിഡൻ്റായി, അതിനുശേഷം ജനതാ പാർട്ടീൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായി, ജനതാദളിൻ്റെ സെക്രട്ടറി ജനറലായി, ജനതാദളിൻ്റെ സീനിയർ വൈസ് പ്രസിഡൻ്റായി, ജനതാദൾ എസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി, ജനതാദൾ എസിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡൻ്റായ ആ നേതാവ് ഒരു തവണ മന്ത്രിയായിരുന്നു. ഒരു ചുരുങ്ങിയ സമയം, ഒരു 3.5 വർഷം മന്ത്രിയായിരുന്നു. ചന്ദ്രശേഖരൻ സാറിനെ മാറ്റി അല്ല, PR സഖാവ് പിന്നെ വീരേന്ദ്രകുമാറിനെ മാറ്റിയിട്ട് NM ജോസഫിനെ മന്ത്രിയാക്കി. ആ ഒരു വീരേന്ദ്രകുമാർ വീരേന്ദ്രകുമാറിനെ മാറ്റിയിട്ട് ആക്കിയത്. അന്ന് 48 മണിക്കൂർ. അന്ന് പാർട്ടിക്ക് 7 MLA-മാർ ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ ജോസഫ് ഗസ്റ്റ് ഹൗസിലെ ഗസ്റ്റ് ഹൗസിലൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് പിന്നെ ആ ജോസഫ് സാറ് മരിച്ചിട്ട് ഇപ്പൊ 2 വർഷമാകാൻ വേണ്ടി പോന്ന ഒരു അനുശോചന യോഗം ഈ പാർട്ടിക്ക് നടത്താൻ വേണ്ടി പറ്റിയിട്ടില്ല. സംസ്ഥാന തലത്തിൽ ഒരു അനുസ്മരണ യോഗം നടത്താൻ NM ജോസഫ് സാറിൻ്റെ പോലും ഒരു അനുസ്മരണ സമ്മേളനം നടത്താൻ വേണ്ടി, ഒരു അനുസ്മരണ പരിപാടി നടത്താൻ വേണ്ടി ഈ പിന്നെ പാർട്ടിക്ക് പറ്റിയിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കാം. രണ്ടല്ല, പക്ഷെ അവസാനം അദ്ദേഹം നിന്നത് JDS-ന്റെ ഭാഗമായിട്ടാണ്. അതായത് വീരേന്ദ്രകുമാർ UDF-ൽ പോയപ്പോഴും അദ്ദേഹം ഇവിടെ ഉറച്ചു നിന്നു, പ്രസിഡന്റായി. അതിനുശേഷം പിന്നെ മാത്യുട്ടിക്ക് പ്രസിഡന്റ് ആവാനുള്ള അവസരം നൽകി. പിന്നീട് പിന്നെ കൃഷ്ണൻകുട്ടി ഈ പാർട്ടിയിലേക്ക് തിരിച്ചു വരുമ്പം 2 കൈ നീട്ടി സ്വീകരിച്ചു. അങ്ങനെയൊക്കെ ചെയ്തിട്ടും എപ്പോഴും ഒരു ഇടതുപക്ഷ ചിന്താഗതി LDF മൈൻഡായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനെയൊക്കെ മറക്കുക അതാണ്. എന്നിട്ട് ഞാൻ അതാ പറഞ്ഞു, കോട്ടയത്തുള്ള ഒരുപാട് പാർട്ടിക്കാർ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും പിന്നെ ബെന്നി സാറും ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ഈ കാര്യം ഒന്ന് സൂചിപ്പിക്കണം. അതാണ് ഈ പാർട്ടി. എങ്ങനെ ഈ പാർട്ടീനെ വിശ്വസിച്ച് സാധാരണ പ്രവർത്തകർ നിൽക്കും. ഒരുപാട് വേർപ്പൊഴിക്കുക, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് വേർപ്പൊഴിക്കിയ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കോളേജ് അധ്യാപകനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു അദ്ദേഹം റിസൈൻ ചെയ്തിട്ടാണ്, കാലാവധി റിട്ടയർ ചെയ്തതിന് മുമ്പ് അദ്ദേഹം ജനതായിരുന്നു, പരിവർത്തനവാദി കോൺഗ്രസിന്റെ ഭാഗമായിട്ട് പിന്നെ ജനതാ മൂവ്മെന്റിൽ എത്തിയ ആളാണ്. അപ്പൊ അദ്ദേഹത്തെ പോലുള്ള ഒരാൾ ഈ സംസ്ഥാനത്ത് ഒരുപാട് ഓടി നടന്ന എല്ലാ പോസ്റ്റും, അതായത് പാർട്ടിയുടെ ഏറ്റവും നിയോജകമണ്ഡലം പ്രസിഡന്റ് സ്ഥാനം പോലെ തുടങ്ങിയതാണ്. നിയോജക ആരെങ്കിലും വന്നിട്ടുണ്ട്? ആരും വന്നില്ല. അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് വരെ മാത്യു പോലും വന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് നേരെ യുവജന രാഷ്ട്രീയത്തിൽ നേരെ പാർട്ടിയുടെ സെക്രട്ടറി ആയി അങ്ങ് പോകുമായിരുന്നു. ഇതുപോലെ ഒരു പാർട്ടിയുടെ നിയോജകമണ്ഡലം തലത്തിൽ നിന്ന് വന്നതല്ല. അതൊക്കെയാണ് ഇതിന്റെ സ്ഥിതി. അപ്പൊ അതെല്ലാം കാണുമ്പോൾ ഇപ്പോൾ ഒരു സമാധാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയുള്ള നമുക്കിപ്പോ ഇനി എത്ര കാലാന്നൊന്നും പറയാൻ വേണ്ടി പറ്റൂല, നാളത്തെ പ്രഭാതത്തിനൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എത്രയും വേഗം ആ മുങ്ങുന്ന കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്നുള്ള ഒരു സമാധാനം.